ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തതും 1-2 തവണ മാത്രം കഴിച്ചിട്ടുള്ള ഒന്നാട്ടോ ഈ കല്ലുക്കുമ്മക്കായ നിറച്ചത്. കോഴിക്കോട് ബീച്ചിലൊക്കെ 1-2 പ്രാവശ്യം പോയപ്പോൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് പോലും അറിയില്ല. ഇത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ, അതാണൊരു പണി. പല നിരീക്ഷണ പരീക്ഷണ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ ഈ റെസിപ്പിയിലെത്തിയത്. കുറച്ച് തേങ്ങ, അല്ല ഏകദേശം 2 കപ്പോളം തേങ്ങ, 2 ടീസ്പൂൺ പെരുജീരകം, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണോ മല്ലിപ്പൊടി, എന്നിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതൊരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു നേക്ക്. കറക്റ്റായിട്ടുള്ള റെസിപ്പി അറിയില്ല കേട്ടോ. ഇനി നമ്മളൊരു പച്ചരി 1 കപ്പ് കുതിർത്തിയെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അത് മിക്സർ ജാറിലൊന്ന് ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. അതും ഇതുപോലെ തന്നെ നമ്മൾ തരിതരിപ്പോട് കൂടിയുള്ള ഈ ഒരു മാവിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ച് മിക്സ് കഴുകിയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു മാവ് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ അരിപ്പൊടിയായിട്ട് ഇട്ടിട്ടുള്ളത്. അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതുപോലെ ടൈറ്റാക്കി എടുത്ത് നമ്മളിതുപോലെ കല്ലുമ്മക്കായുടെ ഉള്ളിൽ നിറച്ചു കൊടുത്തു. ഈ കല്ലുമ്മക്കായ ഇങ്ങനെ നന്നായിട്ട് കൂടിയായിരുന്നു ഇരുന്നത്. ഒരു 5 മിനിറ്റ് ചൂടാക്കിയപ്പോൾ അതിൻ്റെ ഷെല്ലൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴാണ് ഇത്രയും എളുപ്പത്തിൽ നമുക്കിങ്ങനെ തുറന്നെടുക്കാൻ പറ്റിയത്. ഇനി ഇതിങ്ങനെ നിറച്ചു കൊടുത്തു. ഇതിനൊരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ഈ കല്ലുമ്മക്കായ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്നും ഉണ്ടാക്കുന്നവരും നല്ല ഷേപ്പിലൊക്കെ ഉണ്ടാക്കുന്നവരും വിചാരിക്കുന്നുണ്ടാവും ഇതെന്തായി കാണിക്കുന്നതെന്ന്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ ഇത്. ഞാൻ മലപ്പുറത്തുനിന്ന് പോയിട്ട് വന്നപ്പോൾ വാങ്ങി കൊണ്ടുവന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് ഈ വേവിച്ച കല്ലുമ്മക്കായ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ വേവിച്ചതുകൊണ്ട് തന്നെ ഒരു ഡീപ്പ് ഫ്രൈ ഒന്നും ആവേണ്ട കേട്ടോ, കുറച്ചൊന്നും ആയാൽ മതി. ഇനി നമ്മൾ ഷെല്ല് പൊളിച്ചിട്ടും കുറച്ചെണ്ണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും കല്ലുമ്മക്കായ നിറച്ചത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ്. താങ്ക് യു, ബൈ ബൈ.